23 വർഷങ്ങൾക്ക് മുൻപ് റിലീസിനെത്തിയെങ്കിലും ഇന്നും ടിക്ടോക്ക് വീഡിയോകളിലും ഡബ് മാഷിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം എന്ന ചിത്രം. ചിത്രത്തിലെ ഇന്ദുമതി എന്ന ബിന്ദു പണിക്കരുടെ കഥാപാത്രം ട്രോളുകളിലെയും ടിക്ടോക്കുകളിലെയും എവർഗ്രീൻ താരമാണ് ഇന്നും. നഗ്മ, ജഗതി ശ്രീകുമാർ, ഇന്നസെന്റ്, കൊച്ചിൻ ഹനീഫ, KPAC ലളിത, കലാരഞ്ജിനി തുടങ്ങിയ വമ്പൻ താരനിരകൾ തന്നെ ചിത്രത്തിൽ അണിനിരന്നിരുന്നു. ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കത്തിൽ നഗ്മയ്ക്ക് ശബ്ദം നൽകിയത് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട മറ്റൊരു നടിയായിരുന്നു. 80കളിലെ തിളങ്ങുന്ന താരമായിരുന്നു സരിത എന്ന നടി. നടി എന്നതിനൊപ്പം തന്നെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് എന്ന രീതിയിലും ഏറെ ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിത്വമായിരുന്നു സരിതയുടേത്. നഗ്മയ്ക്ക് മാത്രമല്ല, സുഹാസിനി, ശോഭന, സുധാചന്ദ്രൻ തുടങ്ങി 50ലേറെ നായികമാർക്കാണ് വിവിധ ഭാഷാ ചിത്രങ്ങളായി സരിത ശബ്ദം നൽകിയിരിക്കുന്നത്. തമിഴ്, തെലുങ്ക് സിനിമകൾക്കാണ് സരിത കൂടുതലും ശബ്ദം നൽകിയത്. ഒപ്പം ഏതാനും ചില കന്നഡ, മലയാളം സിനിമകളിലും അവർ ഡബ്ബ് ചെയ്തിട്ടുണ്ട്. അമ്മോരു, മാ അയന ബംഗാരം, അന്തഃപുരം എന്നീ ചിത്രങ്ങളിൽ സൗന്ദര്യയ്ക്ക് ശബ്ദം നൽകുക വഴി മികച്ച വനിതാ ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനുള്ള നന്ദി അവാർഡും സരിത നേടി. തമിഴ്, മലയാളം, കന്നഡ, തെലുങ്ക് ഭാഷകളിലായി 250ലധികം ചിത്രങ്ങളിൽ സരിത അഭിനയിച്ചിട്ടുണ്ട്. ബാലചന്ദ്രൻ സംവിധാനം ചെയ്ത തെലുങ്ക് ചിത്രമായ മരോ ചരിത്രയിലൂടെയാണ് സരിത അഭിനയ രംഗത്തേക്ക് പ്രവേശിച്ചത്. ക്രോസ് കൾച്ചറൽ റൊമാൻസ് ആണ് ഈ സിനിമ കൈകാര്യം ചെയ്തത്. അവിടെ കമലഹാസനൊപ്പം തെലുങ്ക് സംസാരിക്കുന്ന പെൺകുട്ടിയായി അഭിനയിച്ചിരുന്നു. ബാലചന്ദർ സംവിധാനം ചെയ്ത തമിഴ് ചിത്രങ്ങളിൽ അവർക്ക് കൂടുതൽ ഓഫറുകൾ ലഭിച്ചു. മികച്ച തമിഴ് നടിക്കുള്ള ഫിലിംഫെയർ അവാർഡും അവർക്ക് ലഭിച്ചിരുന്നു. 47 നട്കലിലും ബാലചന്ദർ സംവിധാനം ചെയ്ത തെലുങ്ക് റീമേക്കിലും അതിഥി വേഷങ്ങളിൽ അഭിനയിച്ചിരുന്നു. മലയാളത്തിൽ നിരവധി ചിത്രങ്ങളിൽ സരിത അഭിനയിച്ചിട്ടുണ്ട്. മമ്മൂട്ടിക്കൊപ്പം അഭിനയിച്ച കാതോട് കാതോരം എന്ന ചിത്രം ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. സരിതയ്ക്ക് 4 തവണ തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര അവാർഡും 1 തവണ കർണാടക സംസ്ഥാന ചലച്ചിത്ര അവാർഡും ലഭിച്ചിരുന്നു.